നമസ്കാരം. എൻ്റെ പേര് സുരേഷ് പരമേശ്വരൻ. SNDP യോഗം ചെങ്ങന്നൂർ യൂണിയൻ്റെ അഡ്മിനിസ്ട്രേറ്ററാണ്. SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിൽ ഈ വരുന്ന ഓഗസ്റ്റ് മാസം 3-ാം തീയതി ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് കോടുകുളഞ്ഞി ഗ്രേസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു ശാഖാ നേതൃസംഗമം നടക്കുകയാണ്. SNDP യോഗത്തിൻ്റെ എല്ലാ യൂണിയനുകളിലും ഇതുപോലെയുള്ള നേതൃസംഗമ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ജൂലൈ മാസം 19-ാം തീയതി കോട്ടയത്ത് നിന്നാണ് ആരംഭിച്ചത്. വിവിധ യൂണിയനുകളിൽ ഇത്തരത്തിൽ നേതൃസംഗമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ നേതൃസംഗമത്തിൽ പങ്കെടുക്കുന്നത് ഒരു ജനക്കൂട്ടമായിട്ടല്ല, മറിച്ച് ഓരോ യൂണിയന്റെയും പരിധിയിലുള്ള ശാഖയുടെ ഭരണസമിതി അംഗങ്ങൾ, വനിതാ സംഘത്തിന്റെ ഭരണസമിതി അംഗങ്ങൾ, യൂത്ത് വുമനിന്റെ ഭരണസമിതി അംഗങ്ങൾ, അതോടൊപ്പം തന്നെ മൈക്രോ യൂണിറ്റ് തുടങ്ങിയ പോഷക സംഘടനകളുടെ ഭാരവാഹികൾ, അങ്ങനെയുള്ള ഒരു നേതൃനിരയെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംഗമമാണ് ഇവിടെ നടക്കുന്നത്. SNDP യോഗ ചരിത്രത്തിൽ ആദ്യമായാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി തന്നെ നേരിട്ട് അധ്യക്ഷത വഹിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു നേതൃസംഗമ പരിപാടികൾ നടക്കുന്നത്. ഇതിന്റെ പ്രധാനമായ ലക്ഷ്യം സംഘടനാപരമായുള്ള പ്രവർത്തനങ്ങളെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുക. സംഘടനാ പ്രവർത്തനങ്ങളിൽ ചില കുത്സിത ശക്തികളുടെ തെറ്റിദ്ധാരണകളും അത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട് ശാഖാംഗങ്ങളുടെ ഇടയിൽ അനൈക്യം ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യം വെക്കുന്ന ചില പ്രവർത്തകരിന്നുണ്ട്. SNDP യോഗത്തിന്റെ പ്രവർത്തനങ്ങളിൽ അത് സംഘടനാ വിരുദ്ധ പരാമർശങ്ങൾ നടത്തുകയും സാമ്പത്തികമായ അഴിമതിയൊക്കെ നടത്തി പുറത്താക്കപ്പെട്ട ചില ആളുകളുണ്ട്. അങ്ങനെയുള്ളവർ സംഘടിച്ചുകൊണ്ട് SNDP യോഗത്തിനെതിരെ ഇത്തരത്തിൽ ആഞ്ഞടിക്കുന്നുവെങ്കിലും SNDP യോഗത്തിനെ യാതൊരുവിധ പോർള് പോലും ഏൽപ്പിക്കുവാനോ സംഘടനാപരമായി നിയമപരമായും യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളിലേക്കും കടത്തിവിടുവാനോ സാധിച്ചിട്ടില്ല. പിന്നെ ഇത്തരക്കാർ ചെയ്യുന്നത് ശാഖാതലങ്ങളിലെ പാവങ്ങളായ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെയും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വഴിയുമൊക്കെ പ്രചരണങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ മനസ്സിലെ തെറ്റിദ്ധാരണകളെ മാറ്റിയെടുക്കുവാൻ SNDP യോഗം ജനറൽ സെക്രട്ടറി തന്നെ നേരിട്ട് ഇത്തരത്തിൽ നേതൃസംഗമങ്ങൾ വിളിച്ചുകൂട്ടുന്നത്. എല്ലാ ശാഖകളെയും നേതാക്കളെ വിളിച്ചു ചേർത്തുകൊണ്ട് യോഗം ജനറൽ സെക്രട്ടറി അധ്യക്ഷത വഹിച്ച് നടത്തുന്ന ഈ പരിപാടി SNDP യോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി സംഘടനാപരമായുള്ള ആനുകാലിക വിഷയങ്ങളെക്കുറിച്ച് വിശദമായി അംഗങ്ങളെ ബോധിപ്പിക്കുകയാണ്. നിലവിൽ ധാരാളം തെറ്റിദ്ധാരണകൾ പരത്തുന്നത് അതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ഉണർവോടുകൂടി സംഘടനയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇത്തരത്തിൽ എല്ലാ യൂണിയനുകളുടെയും പരിപാടികൾ കഴിഞ്ഞ ശേഷം എറണാകുളത്ത് വെച്ച് എല്ലാ യൂണിയനുകളുടെയും നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ മഹാസംഗമം കൂടി നടത്തും എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പലയിടത്തും 100 ശാഖകൾ വീതം ചേർന്നുകൊണ്ട് പല യൂണിയനുകൾ സമ്മിശ്രമായി നടത്തുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പം ചെങ്ങന്നൂർ യൂണിയൻ മാത്രമാണ് യൂണിയന്റെ 48 ശാഖകളെയും ആ ശാഖകളിലെ ഭരണസമിതിയെയും അവിടെ വനിതാ സംഘം, യൂത്ത് മൂവ്മെന്റ്, മൈക്രോ സംഘങ്ങൾ തുടങ്ങിയ പോഷക സംഘടനയും ഒക്കെ സമ്മിശ്രമായി ചേർത്തുകൊണ്ട് അതിന്റെ ഭാരവാഹികളെ പങ്കെടുപ്പിക്കുന്ന പ്രോഗ്രാമാണ്. നമ്മൾ ആ പ്രോഗ്രാമിന് 1500 പേരാണ് പങ്കെടുക്കുന്നത്. ഗ്രേസ് ഓഡിറ്റോറിയത്തിൽ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കഴിഞ്ഞു. ഭക്ഷണം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നിശ്ചിത സമയത്തായിരിക്കും ആ പ്രോഗ്രാം നടക്കുന്നത്. 2 മുതൽ 5 മണി വരെ അത് ചെയ്യത്തക്ക രീതിയിലുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായും അന്ന് ജനറൽ സെക്രട്ടറി എത്തിച്ചേരുന്ന ആ വേദിയിലേക്ക് പത്ര ദൃശ്യ മാധ്യമ രംഗത്തെ എല്ലാ സുഹൃത്തുക്കളെയും ക്ഷണിച്ചുകൊള്ളുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോട്ടയത്ത് തുടങ്ങിയ പരിപാടിയിൽ നിന്ന് ജനറൽ സെക്രട്ടറി പരാമർശിച്ച ചില കാര്യങ്ങൾ, വളരെ ചർച്ചാവിഷയമായ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പക്ഷെ അതിന്റെ യാഥാർത്ഥ്യത്തെ തുറന്നു പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങൾ പറയുമ്പോഴും ധാരാളം വിമർശനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിന്റെ സത്യാവസ്ഥകൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വളച്ചൊടിച്ചുള്ള ആ രീതികൾ മാറ്റിക്കൊണ്ട് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനെ വളച്ചൊടിച്ച് മറ്റു തരത്തിലേക്ക് കൊണ്ടുപോയി വാർത്തകൾ അത് മതപരമായ വിദ്വേഷം ഉണ്ടാക്കുന്ന തരത്തിലൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. എന്നാൽ അത്തരത്തിലൊരു മതവിദ്വേഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രചരണമല്ല, മറിച്ച് ഇന്ന് നിലവിലുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളോടും ഒക്കെയുള്ള പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിൻ്റെതായ ഒരു നേതാവ് എന്ന രീതിയിൽ ആ സമുദായത്തിന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ദുരവസ്ഥകളെ കുറിച്ചൊക്കെയാണ് ബോധ്യപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള പരിപാടികളിൽ. അങ്ങനെ തികച്ചും സംഘടനാപരമായുള്ള ഒരു നേതൃസംഗമം മാത്രമാണ് നടക്കുന്നത്. അതിനായി ഒരിക്കൽ കൂടി എല്ലാവരെയും ആത്മാർത്ഥമായി ക്ഷണിച്ചുകൊള്ളുകയാണ്.